സൂസൻ മ്യൂസിക്സിൻ്റെ എല്ലാ ശ്രോതാക്കളുമേ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അഡീഷണലായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് 25-ാം തീയതി വ്യാഴാഴ്ച എന്നെ പാലക്കാട്ട് നിന്ന് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, സൂസൻ ഉള്ളന്നൂരാന്നോ? ഞാൻ പറഞ്ഞു അതെ. അന്നേരം പറഞ്ഞു, ഞാനേ പാലക്കാട്ട് നിന്ന് വിളിക്കുക. ഇയാളെന്തോ ഈ പാടുന്നേ, ഇയാളെന്തോ ഈ പറയുന്നേ എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു എന്തുവാ, കുഴപ്പമെന്തുവാ? നിങ്ങളുടെ പാട്ടിൽ ആത്മീയതയുണ്ടോ? നിങ്ങൾ പിതാക്കന്മാർ പണ്ട് പാടിയ പാട്ട് കേട്ടിട്ടുണ്ടോ? അത് വേണം ഞാൻ പാടി കേൾപ്പിക്കാം. നിങ്ങളുടെ പാട്ടെന്താ റിലീസിങ്ങിന് കൊടുക്കാത്തത്? നിങ്ങളെന്താ സ്റ്റുഡിയോയിൽ പോകാത്തത്? ഇതൊന്നും പറഞ്ഞ് കുറേ കാര്യങ്ങൾ എന്നോടിങ്ങനെ ചോദിച്ച് എന്നെ ക്രിട്ടിസൈസ് ചെയ്ത്. ഞാൻ പറഞ്ഞു താങ്കൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കേൾക്കണ്ട. ഏതായാലും പണ്ടത്തെ പിതാക്കന്മാർ പാടിയത് പാടാൻ പറ്റത്തില്ല. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവരുന്നല്ലോ. ഇപ്പോൾ പുതിയ പാട്ടുകളല്ലേ വരേണ്ടത്. ചിലതിൽ ആത്മീയത കുറവായിരിക്കും, ചിലതിൽ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് കേൾക്കണോ പ്രിയ ശ്രോതാക്കളെ എൻ്റെ കഥ സൂസനുള്ളതിനൊരു പാട്ടുമായിട്ട് നടന്ന കഥ. 15 വർഷമാണ് ഈ പാട്ടുകൾ നടന്നത്. 2009 മുതൽ 2006 ഞാൻ എൻ്റെ കർത്താവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ച് 2009 മുതൽ എൻ്റെ കർത്താവ് എനിക്ക് പാട്ട് തരികയാണ്. അന്ന് കാസറ്റിൻ്റെ കാലമായിരുന്നു. അപ്പം ഞാൻ ഈ ഓരോ പെന്തക്കോസ്ത് സഭകളിൽ പോകുന്ന സമയമാണ്. അപ്പോൾ അനേക ദൈവദാസന്മാർ പറയപ്പം അവരൊക്കെ കാസറ്റ് ഇറക്കും, കുറച്ച് പാട്ടൊക്കെ എടുത്ത് കാസറ്റാക്കാം എന്നൊക്കെ പറഞ്ഞു. എങ്കിലും കർത്താവിന് സമയമായതുകൊണ്ടായിരിക്കും അതൊന്നും നടന്നില്ല. അങ്ങനെ പിന്നെ ഈ പാട്ടും കൂടെ നടന്ന് പന്തളത്തൊരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നു, പുഷ്പപാതകം പുറത്ത് വെച്ച് നീ നഗ്നപാതയകത്ത് വരും. അങ്ങനെ പുഷ്പപാതകം പുറത്ത് വെച്ച് നഗ്നപാതയെ അനേകയിടത്ത് കയറിച്ചെന്ന് അനേക സഭകളിലും പോകുന്ന വഴിക്കും ദേവദാസന്മാരോടും ഒരുപാട് പേരോട് പറഞ്ഞു എൻ്റെ ഇത് പാട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ഞാൻ നടന്ന് കാസറ്റിൻ്റെ കാലം കഴിഞ്ഞു. സോഷ്യൽ മീഡിയ പലതും വന്നു. അങ്ങനെയായപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ അടുത്ത മോഹം പാട്ട് പാടിച്ച് യൂട്യൂബിലിടണം എന്നതാണ്. ഏതൊരാളിനെ പോലെ എൻ്റെ മോഹം. അത് ഞാൻ ഇങ്ങനെ സ്റ്റുഡിയോയിൽ പോകണം, കുറച്ച് പ്രൊഫഷണൽ സിംഗേഴ്സിനെ കൊണ്ടൊക്കെ കുറച്ച് പാട്ടെങ്കിലും പാടിക്കണം എന്നെൻ്റെ ഒരു മോഹം. ഒന്നും നടക്കാതെ വരുമ്പം അനേകവാതിലിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ടുന്നുണ്ട്. ഒന്നും നടക്കാതെ വരുമ്പം ഞാൻ എൻ്റെ സ്വപ്നങ്ങളെല്ലാം കൂട്ടി വെച്ചിട്ട് ഒരു ശവപ്പെട്ടി വാങ്ങിച്ചിട്ട് വരിനകത്ത് വെച്ച് അടക്കും. പിന്നെ ദേവദാസന്മാർ പറയും നിൻ്റെ സ്വപ്നങ്ങൾ നീ കുറിച്ചിട്ടുണ്ടാ, നിൻ്റെ സ്വപ്നങ്ങളെ ശവടക്കം നടത്തണം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ശവപ്പെട്ടി വാങ്ങിച്ചിട്ട് വരും. പിന്നെ ഇതെല്ലാം കൂടെ ഇതിനകത്ത് കൂട്ടി വെച്ചിട്ട് പിന്നെയും കൊണ്ടടക്കും. അങ്ങനെ നടന്ന് 2009 തുടങ്ങിയ നടപ്പ് ഞാൻ നടന്ന് 2021 22 എനിക്ക് ശരിക്കും ഓർക്കുന്നില്ല. അപ്പോൾ ഒരു 10-100 പാട്ടായി. അപ്പം ഞാൻ മനോരമയിലോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ കുറേ പാട്ടുണ്ട്, ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കട്ടെ, നിങ്ങളൊരു പരസ്യം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം 4000 സംതിങ് രൂപ കൊടുത്തൊരു പരസ്യം ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞപ്പം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്ന് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തു നിന്ന് വരെ ഒരു 5-6 പേര് സ്റ്റുഡിയോയുള്ളവർ, മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരെ, മലയാള സിനിമയിലുള്ളവർ വരെ എന്നെ വിളിച്ചു. അവരെല്ലാം എന്നെ ഒരു കലാകാരിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ഒരുപാട് പേര് എന്നെ വിളിച്ചു. CA-ക്കാർ, ഡോക്ടേഴ്സ്, അങ്ങനെ മ്യൂസിക്കിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേരെന്നെ വിളിച്ച് സ്റ്റുഡിയോയും ശരിയായി എല്ലാം റെഡിയാണ്. പക്ഷേ ക്യാഷ് അപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ക്യാഷാണല്ലോ എല്ലാത്തിൻ്റെ സെൻറ്റർ പോയിൻ്റ് അല്ലേ. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുരിശുമൂടുണ്ട്. അതിനകത്ത് തിരുമേനിയുടെ ഫോട്ടോയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരാൾ പുള്ളിച്ചിര മദ്യപിക്കുന്ന ആളാണ്. പുള്ളി അതുവഴി പോയിട്ട് കുരിശുമൂട്ടിൽ നിന്നിട്ട് ഈ തിരുമേനിയുടെ ഫോട്ടോയെ നോക്കിയിട്ട് ചോദിക്കുക, തിരുമേനിയെ നീ ഇവിടെ കണ്ണാടിക്കൂട്ടി കയറി ഇരുന്നാൽ മതിയോ, അയ്യപ്പൻ നാട്ടെ കാട്ടിപ്പോയി കാശുണ്ടാക്കുന്ന. അപ്പോൾ എല്ലാത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ക്യാഷാണ്. അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കുക, എന്നെ സഹായിക്കാൻ ആരും വരും, അല്ലേ എനിക്ക് എൻ്റെ പാട്ട് ഏറ്റെടുക്കാൻ ആരും വരും. ഇങ്ങനെ നോക്കിയിരുന്ന് 2021 22 വരെ ഇരുന്നിട്ടാണ് ഈ പരസ്യം കൊടുത്തത്. അത് കഴിഞ്ഞൊന്നും നടപ്പില്ല. ക്യാഷ് പിന്നെയും പ്രശ്നമായിട്ട് നിൽക്കുക. അങ്ങനെയായപ്പോൾ പിന്നെ അവരോട് ഞാൻ പറയും, മനോരമക്കാരോട് വിളിച്ചു നിങ്ങളൊരു വാർത്തയായിട്ട് വല്ലതും കൊടുക്കുക, ഇതാരെങ്കിലും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതും നല്ലൊരു കാര്യമാണെന്നും പറഞ്ഞ് എന്നോട് ഞങ്ങളുടെ ലൊക്കേഷനിലുള്ള, ഞാൻ ആളിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളുടെ ലൊക്കേഷനിൽ നിന്ന് ന്യൂസൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു ലേഖകനോട് പറഞ്ഞു എൻ്റെ അടുത്ത് വരണം, സ്റ്റോറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കെന്നും പറഞ്ഞ് എനിക്കൊരു നമ്പർ തന്നു. ഞാൻ ഇദ്ദേഹത്തെ വിളിച്ച് 9 മാസം വിളിച്ചു. അദ്ദേഹം വിളിക്കുമ്പോൾ പറയും അയ്യോ എൻ്റെ സിസ്റ്ററെ ഇന്നലെ അവിടെ കളക്ടർ വന്നു, ഇന്നലെ മന്ത്രി വന്നു, അവിടെ മരിച്ചു, അവിടെ പോയി ഇവിടെ പോയി, ഞാൻ വെയിൽ കൊണ്ടു, എനിക്ക് പനിയാ, എനിക്ക് പ്രശ്നമാണ്. ഞാൻ ഓരോ ദിവസം പറഞ്ഞ് 9 മാസമായപ്പോൾ ഞാൻ ഫോൺ അങ്ങ് താത്തു വെച്ചിട്ട് ഞാൻ നേരെ പത്തനംതിട്ട മനോരമയുടെ ഓഫീസിൽ ചെന്നപ്പം
പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ അദ്ദേഹത്തെ വിളിച്ച് വഴക്ക് പറഞ്ഞു. അപ്പം മേലുദ്യോഗസ്ഥൻ്റെ വഴക്ക് എപ്പോഴും കീഴുദ്യോഗസ്ഥൻ കേൾക്കേണ്ട ഒരു അങ്ങനെയാണല്ലോ. അങ്ങനെ പത്തനംതിട്ട മനോരമയുടെ ഓഫീസിൽ നിന്ന് ഞാനൊരു ലേഡി ആയതുകൊണ്ട് സ്ത്രീകളുടെ വിഷയങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ലേഡിയും ഒരു ഫോട്ടോഗ്രാഫറും കാറും എല്ലാമായിട്ട് വന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കിടന്ന് എൻ്റെ ഫോട്ടോ എടുക്കുന്നതിനെ കൊണ്ട് പാടിക്കുന്നു. ഭയങ്കര ബഹളം. എല്ലാം കഴിഞ്ഞ് ഇവർ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും അങ്ങ് അവിടെ തൊട്ട് ഇങ്ങോട്ട് ഒരു പിന്നെ ട്രഡീഷണലായിട്ടുള്ള കഴിവുകളെല്ലാം ചോദിച്ച് വന്ന് എന്നെ കല്യാണം കഴിച്ച വീട്ടിലെ കാര്യങ്ങളും അവിടുത്തെ എല്ലാ പിന്നെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ അവർ അങ്ങനെ എല്ലാം മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ഇവർ എല്ലാം ചോദിച്ച് കളക്ട് ചെയ്ത് ഇവർ കൊണ്ടുപോയി. ഞാൻ നോക്കിയിരിക്കുക. ഇന്നലെ നാളെ എൻ്റെ വാർത്ത വരും മനോരമ പേപ്പറിൽ സൂസൻ ഉള്ളനെ പറ്റിയൊരു സ്റ്റോറി വരുമ്പോൾ നോക്കിയിരിക്കുക. അങ്ങനെ ഇപ്പോൾ എൻ്റെ ക്ഷമ നശിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പം ഒരു ബ്യൂറോ ചീഫുണ്ട് റോബിൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ കുടുംബ പേര് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ അവിടെ മനോരമയുടെ കമ്പ്യൂട്ടറിൽ പത്തനംതിട്ട ഓഫീസിനകത്ത് എന്നെ പറ്റിയുള്ള സ്റ്റോറി എല്ലാം അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഇരിക്കട്ടെ. അങ്ങനെയായി. അപ്പോൾ എന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച വിളിച്ച സഹോദരൻ, പ്രിയ സുഹൃത്തെ താങ്കൾ കേൾക്കുന്നുണ്ടോ? അപ്പോൾ എനിക്ക് സ്റ്റുഡിയോയിൽ പോകണമെന്ന് ആഗ്രഹമില്ലാഞ്ഞല്ല, എനിക്ക് ഇത് റിലീസിങ്ങിന് പാട്ട് കൊടുക്കണം ആഗ്രഹമില്ലാഞ്ഞല്ല, എല്ലാം ഉണ്ടായിരുന്നു. ക്യാഷായിരുന്നു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത്. ക്യാഷ് തന്ന് സഹായിക്കാൻ ആരുമില്ലായിരുന്നു. റേഷൻ മേടിക്കാൻ ക്യാഷില്ലാത്ത ഞാനിത് വെച്ച് പരീക്ഷണമൊന്നും നടത്താൻ പറ്റത്തില്ലല്ലോ. ഒരു പാട്ടിന് തന്നെ നമുക്കറിയാം. എനിക്ക് സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ശരിക്കും അറിയാം. പിന്നെ ഒന്നും നമ്മൾ ഓരോരുത്തരുടെ റേറ്റ് ഒന്നും പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. അങ്ങനെ ക്യാഷില്ലാതെ വന്ന് അങ്ങനെയായി എന്നാൽ വിചാരിച്ചു. അപ്പോൾ സോഷ്യൽ മീഡിയ പലത് വന്നു പോയി. ഞാൻ വിചാരിച്ചെന്നാൽ ഒരു സ്വപ്നങ്ങൾ സ്റ്റുഡിയോയിൽ പോകണം പാടിക്കണം എന്നൊക്കെയുള്ള സ്വപ്നങ്ങളെല്ലാം അങ്ങ് ഉപേക്ഷിച്ചിട്ട് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമായി തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പഠിച്ച് ഇപ്പം സ്വന്തമായി പാട്ട് അപ്ലോഡ് ചെയ്യുന്നു. ഇനിയും ചാനൽ മോണിറ്റൈസർ ചെയ്തിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നു. അങ്ങനെ ഇത്രത്തോളം ആയി. അങ്ങനെയാണ് പ്രിയ സുഹൃത്തെ. അല്ലാതെ എനിക്ക് താങ്കൾ വിചാരിക്കുന്ന പോലെയല്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതൊരു ടാലൻ്റ് ഉണ്ടോ അത് ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ വീണ് കിടന്നാൽ നമ്മളെ ചവിട്ടിത്താഴ്ത്താൻ ചവിട്ടി താഴ്ത്താനേ ആൾ കാണത്തുള്ളൂ. നമ്മളെ കരം പിടിച്ചുയർത്താൻ ആരും കാണത്തില്ല. അതുകൊണ്ട് ആരും വിഷമിക്കണ്ട. തക്ക സമയമാകുമ്പോൾ എന്നും പറയാൻ തോറ്റ് പിന്മാറരുത്. മുൻപോട്ട് വെച്ച കാല് ഞാനായാലും ഇനി പുറകോട്ട് വെക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളോട് ഞാൻ പറയാം, പുറകോട്ട് മാറരുത്. തക്ക സമയമാകുമ്പോൾ നമ്മുടെ ടാലൻറ്റുകൾ പുറം ലോകം അറിയും, ലോക ജനത അറിയും. ഇത് ക്രിസ്തുവിൽ പ്രശസ്തന് ലോകത്തിൽ ഒന്നാമത്തെ ആൾക്കാരും ആകും. ഞാൻ ആ ഇടയ്ക്കെല്ലാം ഞാനൊരു സഭയിൽ പോകുമായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. വളരെ വിഷമമുണ്ട്. 15 വർഷം ഞാൻ പാട്ടും കൊണ്ട് നടന്നത്. ഒരു മനുഷ്യൻ ഇതിനിടയ്ക്ക് ഒരു നല്ല വാക്ക്, സഹോദരി പാട്ട് എഴുതുമല്ലേ, അന്ന് അനേകം ദേവനാമ മത്തിനാണ്ട് തീരട്ടെ എന്ന് പറഞ്ഞ് ഒരാൾ എന്നെ എൻകറേജ് ചെയ്യാൻ വന്നിട്ടില്ല. നല്ലൊരു വാക്ക് പറയാൻ. ഒന്നും ആകത്തില്ല. ഇങ്ങനെ പാട്ടിങ്ങനെ ഡയറിക്കകത്ത് എഴുതി വെച്ച് ചതിലടിച്ച് പോകത്തേ ഉള്ളെന്ന് പറഞ്ഞവർ വരെയുണ്ട്. ഒരു സഭയിൽ ഞാൻ പോവുകയായിരുന്നു വർഷങ്ങൾ. ആ സഭ സഭയുടെ പേരൊന്നും ഞാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഒരുത്തരെയും പബ്ലിക്കായിട്ട് ഞാൻ അവരുടെ പേരൊന്നും ഞാൻ പറയത്തില്ല, സഭയുടെ പേരും പറയത്തില്ല. ദൈവമാണല്ലോ ഓരോ സഭയെ സ്ഥാപിക്കുന്നത്. അങ്ങനെ ഞാൻ ആ സഭയിൽ പോകുമായിരുന്നു. അനേക ദൈവദാസന്മാർ വന്നിട്ട് പോയി. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, ഇതുപോലെ പാട്ടുണ്ട്, നിങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ആരോടെല്ലാം പറയണം, മറ്റ് സഭകളിലൊക്കെ പോകുമ്പോൾ പറയണം. അല്ല ഇവിടുത്തെ ശുശ്രൂഷയോട് പാട്ടൊക്കെ എടുത്ത് പാടാൻ. കത്രിമേശയ്ക്ക് പാടുന്ന പാട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ സ്തോത്രകാഴ്ചയ്ക്ക് പാടുന്ന പാട്ടുണ്ട്. പ്രത്യാശഗീതമുണ്ട്, ആശ്വാസഗീതമുണ്ട്, ദുഃഖഗാനമുണ്ട്. ഏത് കാറ്റഗറിയിൽപ്പെട്ട പാട്ട് വേണേലും ഉണ്ട്. ഇവരാരും മൈൻഡ് ചെയ്തില്ല. പക്ഷേ അവരുടെ കയ്യിലൊക്കെ ഒരു പാട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണെന്നറിയാമോ റിയാക്ട് ചെയ്യുന്നത്? ഈ സ്പോർട്സിന് പോയിട്ട് പിന്നെ ജയിച്ച ടീം ഒരിക്കലും മൗനമായിട്ട് വരത്തില്ല. അവരുടെ ട്രോഫിയൊക്കെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ, മറ്റുള്ളവരെ കാണിക്കത്തക്ക പോലെ എത്രയും ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കാവോ അങ്ങനെ അവർ പോത്തുള്ള ട്രോഫിയും പൊക്കി പിടിച്ചത് നമുക്കറിയാം.
എന്ന് പറയില്ല. എൻ്റെ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊക്കി പിടിച്ചിങ്ങനെ നടക്കും. എൻ്റെ ഒരു വരി പാട്ടുണ്ട്. എൻ്റെ ഈ ഇവരെല്ലാം എനിക്ക് തോന്നുന്നു ഈ സെൽഫിഷിൻ്റെ ഉസ്താദുക്കളാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്നെ ആരും സഹായിക്കാൻ വന്നില്ല. അങ്ങനെ ഇത്രത്തോളമായി. ഇനിയും കർത്താവ് മാത്രമുണ്ട് കൂടെ, അത് മതിയല്ലോ. കർത്താവിൻ്റെ സഹായം കൊണ്ട് ഇത്രത്തോളമായി. എനിക്ക് വളരെ വിഷമമുണ്ട്. ഞാൻ 15 വർഷം, ഇപ്പോൾ 16ാമത്തെ വർഷം. ഈ മെയ് മാസം 2009 തുടങ്ങി 2024 മെയ് ആയപ്പോൾ 15 വർഷം കഴിഞ്ഞ്. ഞാൻ 1-2 വർഷമല്ല ഞാൻ പാട്ടുകൾ നടന്നത്, 15 വർഷമാണ് ഞാൻ നടന്നത്. ആരും എന്നെ സഹായിക്കാനും ഒരു നല്ല വാക്ക് പറയാനോ വന്നില്ല. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പ്രിയ സുഹൃത്തിനോട് മാത്രമല്ല, എന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളോടും പറയണം, ഇതാണ് എൻ്റെ അവസ്ഥ. ഇതുപോലെ തന്നെ കഴിഞ്ഞ എൻ്റെ അങ്ങേ ആഴ്ച ഞാൻ സൺഡേയിൽ രാവിലെ ഞാൻ പാട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ വർഗീസ് എന്ന് പറഞ്ഞൊരാളെ എനിക്ക് പിന്നെ ഒരു കമൻ്റ് അയച്ചു. ഞാനെന്തോ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഫസ്റ്റ് പാട്ടിന് വായിച്ചെന്ന ഒരു റിപ്ലൈ കൊടുക്കാൻ ഞാൻ എടുത്തു കഴിഞ്ഞപ്പം എന്തോ എൻ്റെ കയ്യബദ്ധം പറ്റി അങ്ങ് ആ കമൻ്റ് ഡിലീറ്റായിപ്പോയി. അപ്പോൾ വർഗീസ് എന്ന് പറഞ്ഞ സഹോദരൻ കേൾക്കുന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, കയ്യബദ്ധം പറ്റിയാണ്. താങ്കളുടെ വിലയേറിയ കമൻസ് പ്രതീക്ഷിക്കുന്നു. അപ്പം ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. നമുക്കൊരു വിഷമമുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരും വരത്തില്ല. അതാണ് ഇത്രയും എനിക്ക് എൻ്റെ പ്രിയ ശ്രോതാക്കളോട് പറയണമെന്ന് തോന്നി. ദൈവം എല്ലാം ധാരാളം അനുഗ്രഹിക്കട്ടെ.